ഞാനെന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാവരും എയിംസിൻ്റെ പേരിൽ എന്നെ ഒരുപാട് തേച്ചു. എല്ലാവരും, പത്രക്കാരായാലും ശരി തന്നെ. എന്റെ പൊന്ന ദൈവമേ, നാട്ടുകാരും ചാനലുകാരും പുള്ളിയെ തേച്ചെന്നോ? പുള്ളിയല്ലേ നമ്മളെയൊക്കെ തേക്കുന്നതും പണി തരുന്നതും. എയിംസ് പണി നടന്നില്ലെന്നെന്താ, നാട്ടുകാർക്കിട്ട് നല്ല പണി തരുന്നുണ്ടല്ലോ. ആ, അടുത്ത വിവരക്കേട് കേൾക്കട്ടെ. ഇവിടെ നിന്ന് എയിംസിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ സന്നദ്ധത അറിയിക്കുമ്പോൾ 5 സ്പോട്ടുകൾ, അതിന് വ്യക്തമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നൽകിയ സംസ്ഥാനങ്ങൾക്കാണ് ഇപ്പോൾ പുതുതായി സ്കീമിൽ വന്നിട്ടുള്ള എയിംസ് ലഭിച്ചിട്ടുള്ളത്. മനസ്സിലായില്ല. മലയാളികൾ ഒന്നിച്ച് വിചാരിക്കണം, ഞങ്ങളുടെ കേരളം എന്ന് തന്നെ വിചാരിക്കണം. അങ്ങനെ വിചാരിച്ച് കേരളത്തിൽ എവിടെ വന്നാലും നല്ലത് എന്നേ ഞാനും വിചാരിക്കുന്നുള്ളൂ. പക്ഷേ അത് സത്യസന്ധമായ ഒരു ദുഷ്ടലാക്കുമില്ലാത്ത അങ്ങനെ ചില ക്രയവിക്രയങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട പ്രതലങ്ങളിലേക്ക് അത് വന്നാൽ അത് ആ പ്രദേശത്തിന് എന്തുമാത്രം ഇന്നുള്ള ബോട്ടിൽ നെക്ക് അധീകരിക്കും. അതുകൊണ്ട് എന്താണ് ആവാസ വ്യവസ്ഥിതി എന്ന് പറയുന്നത്? ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ, ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന്. ഇതല്ലാതെ മുഖ്യമന്ത്രി അടുത്ത് ചോദിച്ചപ്പോഴൊക്കെ ഇല്ല അത് കോഴിക്കോട്, അത് ഞങ്ങൾ നിശ്ചയിച്ചതാണ്, ബാക്കി 4 സ്ഥലം കൂടി എഴുതി കൊടുക്കുക, ഇല്ലല്ല അതൊന്നും എഴുതി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി കഴിഞ്ഞ ഫെബ്രുവരിയിൽ പറയേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറയേണ്ടി വന്നു, എന്നാൽ പിന്നെ അങ്ങനെ 5 സ്ഥലങ്ങൾ എഴുതി കൊടുക്കുന്ന ഒരു സർക്കാർ കേരളത്തിൽ വരട്ടെ, അന്ന് നമുക്ക് എയിംസിനെ പറ്റി ആലോചിക്കാം. എന്തിനാ 4 സ്ഥലം? ഒരു 14 ജില്ല അങ്ങ് തന്നേക്കാം. നമ്മുടെ UP-യിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു ശിലാസ്ഥാപനം, പിന്നെ വലിയൊരു ഗേറ്റ്, ഇത്രേ ഉള്ളൂ. ഇലക്ഷന് തൊട്ടു മുമ്പുള്ള ഒരു ചടങ്ങ്, അതുകൂടെ കഴിഞ്ഞ ഉളുപ്പില്ലാതെ അങ്ങ് നിന്നോളും. അതായിരിക്കും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് അടുത്ത ബഡ്ജറ്റ് അല്ലെങ്കിൽ അതിനടുത്ത ബഡ്ജറ്റിൽ ഉറപ്പായിട്ടും ഉണ്ടാകാനുള്ള ശ്രമമാണ്. ഞാനെന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാവരും എയിംസിൻ്റെ പേരിൽ എന്നെ ഒരുപാട് തേച്ചു. എല്ലാവരും, പത്രക്കാരായാലും ശരി തന്നെ. അന്ന് ഞാൻ പറഞ്ഞു, ഇനി എയിംസ് വന്നാൽ അത് എൻ്റെ ക്രെഡിറ്റിലേക്ക് മാത്രമായിരിക്കുമെന്നുള്ളത് ഒന്നുകൂടി തറപ്പിച്ച് ഞാനിവിടെ പറയുന്നു. അതിനുവേണ്ടി പ്രയത്നിക്കും. അതിന് സാധിച്ചില്ലെങ്കിൽ രാഷ്ട്രീയം വിടും. ഇനി നിങ്ങളുടെ അടുത്ത് വോട്ട് ചോദിച്ച് വരില്ല എന്ന് ഏത് MP പറഞ്ഞു നിങ്ങളുടെ അടുത്ത് നെഞ്ചു വിരിച്ച്? ആഹാ, തൃശ്ശൂർ ഇനി നിൽക്കുന്നില്ലേ? കൊള്ളാലോ. എന്നാലും സുരേഷ് ഗോപിയുടെ ഈ ഉഡായിപ്പൊക്കെ കണ്ടപ്പോ എനിക്കിതാണ്ട് ഈ ഡയലോഗ് ഓർമ്മ വന്നേ. എന്തായാലും സന്തോഷായി. പെട്ടി പിടിച്ചോളൂ, വരൂ. അപ്പൊ നാരങ്ങാളോ? വെറും വാഗ്ദാനം കിട്ടുകയില്ല. അതുകൂടെ മനസ്സിലായില്ലേ? വരൂ.